നമസ്കാരം. സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സുമ ജയറാം. നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് മലയാളത്തിൽ സുമ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇടയ്ക്കെപ്പോഴോ കരിയറിൽ വലിയൊരു ബ്രേക്ക് വന്നു. മാത്രമല്ല, മലയാള സിനിമയിൽ തനിക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് പലപ്പോഴും താരം വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടി തന്റെ ബാല്യകാല സുഹൃത്ത് ലല്ലു ഫിലിപ്പിനെ 2013 വിവാഹം കഴിച്ചത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. ആഡംബരമായാണ് അന്ന് ഇരുവരുടെയും വിവാഹം നടന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 49-ാം വയസ്സിൽ ഇരട്ടക്കുട്ടികൾക്ക് താരം ജന്മം നൽകുകയും ചെയ്തു. തന്റെ ആരാധകരുമായി സുമ സംവദിക്കുന്നതും വിശേഷങ്ങൾ പങ്കിടുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ്. മക്കളുടെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം വീഡിയോയിലൂടെ കാണിക്കാറുണ്ട്. വിവാഹമേ വേണ്ടെന്ന് വെച്ച് ജീവിതമായിരുന്നു. പിന്നീടാണ് ആ തീരുമാനം മാറ്റിയതെന്ന് അവർ തുറന്നു പറഞ്ഞിരുന്നു. അടുത്തിടെയായിരുന്നു വിവാഹ വാർഷികം ആഘോഷിച്ചത്. അതേക്കുറിച്ച് വന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായും സുമ ജയറാം എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് സുമ ജയറാം. കഴിഞ്ഞ ദിവസം വെഡിംഗ് ആനിവേഴ്സറി ആഘോഷത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെ കുറച്ച് കമന്റുകളും ഉണ്ടായിരുന്നു. പൊതുവെ ഞാൻ കമന്റുകൾ നോക്കാത്ത ആളാണ്. എന്നാൽ ഇതിന് മറുപടി നൽകണമെന്ന് തോന്നി. ഹസ്ബൻഡ് കോടീശ്വരനാണല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി തുള്ളി നടക്കുകയാണല്ലോ, ഹസ്ബൻഡിന്റെ കുടുംബത്തിലാരും പരിപാടിക്ക് വന്നില്ലല്ലോ എന്നുള്ള കമന്റും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കമന്റുകൾക്ക് മറുപടിയുമായാണ് പുതിയ വീഡിയോ പങ്കുവച്ചത്. ഒരു പരിപാടി വെക്കുമ്പോൾ ഭർത്താവിന്റെ സൈഡിലുള്ള എല്ലാവരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. ആ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ചെന്നത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ ഭർത്താവിനെ ഞാൻ താഴ്ത്തി സംസാരിക്കുന്നത് പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ വായ തുറക്കാത്തത്. ഞാൻ എന്താണ് ഫേസ് ചെയ്തതെന്ന് നിങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. സമയമാകുമ്പോൾ പറയാം. ഭർത്താവിന്റെ കുടുംബത്തിൽ നിർബന്ധമായും വിളിച്ചിരിക്കേണ്ട ആൾ അമ്മയാണ്. അവരെ ഞാൻ വിളിച്ചിരുന്നു. മമ്മി പരിപാടിക്ക് വരണം, വണ്ടിയോ ഹോട്ടലോ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വയ്യ എന്നായിരുന്നു മമ്മി പറഞ്ഞത്. വേറെ എന്തെങ്കിലും അത്യാവശ്യമായിരുന്നാൽ മമ്മി വന്നേനെ. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ തീരുമാനമാണല്ലോ. മമ്മിയെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. കുടുംബത്തിലെ എല്ലാവരെയും വിളിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പ്രശ്നമെന്നല്ല, അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. കല്യാണത്തിന് മുൻപുള്ളതും അതിനുശേഷം അവർ എന്നോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്നുമൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വന്നാൽ ആ വീട്ടിലെ കാര്യങ്ങൾ എന്താണെന്ന് മരുമകൾക്ക് അറിയാൻ പറ്റും. സഹോദരങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്ലാനിനനുസരിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ പുറത്താവും. അതാണ് എന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അവർ വിചാരിക്കുന്ന കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയല്ല. എനിക്ക് അങ്ങനെ ഒരാളെ കണ്ട് താളം ചവിട്ടി നിൽക്കാൻ അറിയില്ല. നല്ല വീടാണേ, നല്ല സ്വഭാവമാണേ എന്നൊക്കെ പറഞ്ഞ് അവർ മാറിക്കഴിഞ്ഞാൽ മോശം പറയുന്ന ശീലമില്ല എനിക്ക്. ഉള്ളത് അതുപോലെ തന്നെ പറയുന്ന ആളാണ് ഞാൻ. ഭർത്താവിനെ പിഴിഞ്ഞ് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുക എന്നത് ഭർത്താവിന്റെ കടമയാണ്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തെ താഴ്ത്തി പറയാനോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ഞാൻ നിന്നിട്ടില്ലെന്നും സുമ ജയറാം വ്യക്തമാക്കിയിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ഭർത്താവ് മദ്യപാനിയായതെന്ന തരത്തിൽ പറയുന്നത് കേട്ടിരുന്നു. അത് തെറ്റാണ്. കല്യാണത്തിന് മുൻപ് അദ്ദേഹം ചെറിയ രീതിയിൽ മദ്യപിക്കുമായിരുന്നു. കല്യാണശേഷം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കോവിഡ് കാലത്താണ് വീണ്ടും മദ്യപാനം തുടങ്ങിയതെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ. അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് സുമ ജയറാം പറയുന്നു. കല്യാണത്തിന് മുൻപേ തന്നെ അദ്ദേഹം മദ്യപാനിയായിരുന്നു. കല്യാണം കഴിഞ്ഞ 8 മാസം അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല. കല്യാണത്തിന് മുൻപ് എനിക്ക് തന്ന വാക്ക് പാലിച്ചതാണ്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്കായിരുന്നു ആദ്യം പോയത്. മെഡിസിൻ മേടിക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോവുകയല്ലേ, ഒരു വൈൻ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നെഞ്ചിൽ കൈവച്ചിരുന്നു. വൈൻ എന്നാണ് പറഞ്ഞതെങ്കിലും മദ്യപാനികൾ അതൊരു ലൈസൻസ് ആക്കി എടുക്കും. അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഈ നിമിഷം വരെ പുള്ളി അത് നിർത്തിയിട്ടില്ല. എനിക്കത് നിർത്തിക്കാനും പറ്റില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. കൃപാസനത്തിൽ ആദ്യം ഞാൻ ചെന്നത് ഒരു കുപ്പി ബിയറുമായാണ്. ജോസഫ് അച്ഛനെ അത് കാണിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. ഭർത്താവിന് മദ്യപാനം നിർത്തണമെന്ന് കരുതി തന്നെയാണ് ഞാൻ കൃപാസനത്തിൽ പോയത്. അദ്ദേഹവും കൂടി നിർത്തി. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാനും മക്കളും സ്ഥലത്തില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സഹോദരങ്ങളൊക്കെ വീട്ടിൽ വന്ന് എന്നെക്കുറിച്ച് അദ്ദേഹത്തോട് മോശം പറഞ്ഞിരുന്നു. മദർ ഇൻ ലോയുടെ ഫ്രണ്ട്സും വിളിച്ച് ഉപദേശം കൊടുക്കാറുണ്ട്. മോൻ പൈസ ശേഖരിച്ച് വെക്കണം, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ കുടുംബ ജീവിതമുണ്ട്. എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന പൈസ എനിക്കും മക്കൾക്കും ഉള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാനും. അത് മദർ ഇൻ ലോ കൊണ്ടുപോകാനുള്ളതല്ല. കിട്ടുന്ന പൈസ മൊത്തം മദർ ഇൻ ലോ എടുക്കുകയാണ്. കണക്ക് ചോദിക്കാറില്ല ഞാൻ. എല്ലാ കാര്യങ്ങളും അമ്മയും മകനും തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ എന്റെ ആവശ്യം എന്താണെന്നും സുമ ചോദിച്ചിരുന്നു. ഞാൻ അടുത്തുണ്ടോ എന്ന് ചോദിച്ചാണ് അവർ ഫോണിൽ സംസാരിക്കുന്നത്. ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഉപദേശമാണ്. അത് കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ ഉപദേശിച്ച ഒരാളുടെ ജീവിതം കളയല്ലേ. മദർ ഇൻ ലോയുടെ ഫ്രണ്ട്സിനൊന്നും വേറെ പണിയില്ലേ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. അതെന്റെ ജോലിക്കാർക്കെല്ലാം അറിയാം. മകനെ മദ്യപാനശീലം നിർത്തിച്ചാണ് വിവാഹം കഴിപ്പിച്ചത്. 8 മാസം അദ്ദേഹം നിർത്തിയതുമാണ്. ഒരു ബിയറിലാണ് അദ്ദേഹം വീണ്ടും തുടങ്ങിയത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുമായിരുന്നു സുമ ജയറാം പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.